ഹായ് ഹലോ മക്കളെ, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ മക്കളുടെ മാത്സിലെ രണ്ടാമത്തെ പാഠമായിട്ടുള്ള ഒളിച്ചേ കണ്ടേ എന്നതിൻ്റെ വർക്ക് ബുക്കാണ് കേട്ടോ. ഇതിൽ ടെക്സ്റ്റ് ബുക്കിലെ പാഠവും അതുപോലെ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ നമ്മുടെ STD2 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ കാണാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ STD2 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്താൽ അതിലും ലഭ്യമാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. വർക്ക് ഷീറ്റ് 8, അതായത് കഴിഞ്ഞ പാഠത്തിൻ്റെ വർക്ക് ഷീറ്റിൽ നിന്നുള്ള തുടർച്ചയാണ് കേട്ടോ. ഈ പാഠത്തിലെ ആദ്യത്തെ വർക്ക് ഷീറ്റാണ് വർക്ക് ഷീറ്റ് 8. അമ്പിൻ്റെ അടയാളം നോക്കി തുടർച്ചയായ സംഖ്യകൾ എഴുതും. ഇവിടെ നമുക്ക് 20, 38, 50 അങ്ങനെ 3 സംഖ്യകൾ തന്നിട്ടുണ്ട്. അതിൽ പല ബബിൾസും ഫില്ല് ചെയ്തിട്ടില്ല, അതായത് പല വട്ടങ്ങളിലും എന്ത് ചെയ്തിട്ടില്ല, സംഖ്യകൾ എഴുതിയിട്ടില്ല. അപ്പം എങ്ങനെയാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് പൂരിപ്പിച്ച് കൊടുക്കേണ്ടത്? ഈ ഓരോ സംഖ്യയിൽ നിന്നും ഓരോ ചെറിയ അമ്പുകൾ, ഓരോ ആരോ മാർക്ക് ഇങ്ങനെ പോകുന്നത് കണ്ടോ മക്കളെ? അതേത് വട്ടത്തിലേക്കാണോ പോകുന്നത് ആ വട്ടത്തിൽ വേണം അടുത്ത സംഖ്യ എഴുതി കൊടുക്കാനായിട്ട്. അപ്പോൾ 20 മുതലാണ് തുടങ്ങുന്നത്. നമുക്കതിന് ശേഷമുള്ളത് ഓരോന്നോരോന്നായിട്ട് നോക്കാം. 20 കഴിഞ്ഞാൽ പിന്നെ അടുത്ത സംഖ്യ ഏതാ മക്കളെ? ആരോ മാർക്ക് പോകുന്ന അവിടെ 21 എന്ന് എഴുതി കൊടുക്കാം. 21 കഴിഞ്ഞാൽ ആരോ മാർക്ക് എങ്ങോട്ടാ പോകുന്നത്, അമ്പ് എങ്ങോട്ടാ പോകുന്നത്? 22ലേക്ക്. പിന്നെ 22ൽ നിന്ന് പോകുന്ന ആരോ മാർക്കിൻ്റെ അവിടെ എന്തെഴുതി കൊടുക്കാം? 23, 24. ഞാനിനി ഇങ്ങനെ ആരോ മാർക്ക് നോക്കി എഴുതി പോകുന്നുണ്ട് കേട്ടോ മക്കളെ. 24 കഴിഞ്ഞാൽ 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38. നമുക്ക് 38 എന്ന് അവിടെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ സംഖ്യ. 38ൽ നിന്ന് പിന്നെ അമ്പ് പോകുന്നത് എങ്ങോട്ടാണ്? 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. കണ്ടോ മക്കളെ? അപ്പോൾ ഈ അമ്പ് പോകുന്നത് മാറിപ്പോവാതെ മക്കൾ സംഖ്യകൾ തെറ്റാതെയും എന്ത് ചെയ്യുക, ഇത് പൂരിപ്പിച്ച് കൊടുക്കണേ. ഇനി നമുക്ക് അടുത്ത വർക്ക് ഷീറ്റിലേക്ക് പോവാം. വർക്ക് ഷീറ്റ് 9. ഓരോ സംഖ്യക്കും നേരെ യോജിച്ച എണ്ണം വരച്ചു ചേർക്കൂ. വിട്ടുപോയവ എഴുതുക. അപ്പോൾ ഇവിടെ ഒരു പിങ്ക് നിറത്തിൽ റോസ് കളറിൽ മക്കൾ ചതുരം കണ്ടോ? ചതുരത്തിന് ഒരു ചതുരം ഒരു 10ആണ്. അപ്പോൾ ചതുരത്തെ സൂചിപ്പിക്കുന്നത് 10കളും പിന്നെ പച്ച നിറത്തിലുള്ള വട്ടങ്ങളെ സൂചിപ്പിക്കുന്നത് 1കളുമാണ്. കണ്ടോ? എത്ര ചതുരമുണ്ടോ അത്രയും 10കൾ, എത്ര വട്ടമുണ്ടോ അത്രയും 1കൾ എന്നിങ്ങനെയാണ് സംഖ്യ പോവേണ്ടത്. അപ്പോൾ നമുക്കിവിടെ 4 സംഖ്യകൾ തന്നിട്ടുണ്ട്. ആദ്യത്തേത് നോക്കൂ. ആ സംഖ്യ എങ്ങനെയാണ് വായിക്കുക? 5, 3 എന്നുള്ളത് 53. അപ്പോൾ 5, 3 അല്ലേ? അപ്പോൾ 53 എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ 5 10കളാണുള്ളത്. 50ൽ 5 10കളും പിന്നെ 3 1കളും. ഓക്കെ, അപ്പോൾ 5 ചതുരം വരച്ചിട്ടുണ്ട്, 3 വട്ടവും വരച്ചിട്ടുണ്ട്. 5 10 3 1. രണ്ടാമത്തെ സംഖ്യ 35ആണ്. അതിൽ 3 10കളാണുള്ളത്. അപ്പോൾ നമുക്ക് 3 ചതുരം വരച്ചു കൊടുക്കാം. 5 1കളുണ്ട്, അപ്പോൾ 5 വട്ടം വരച്ചു കൊടുക്കാം. മൂന്നാമത്തെ സംഖ്യ 22ആണ്. 2 10, അപ്പോൾ 2 ചതുരം വരയ്ക്കാം. 2 1, 2 വട്ടം വരയ്ക്കാം. അവസാനത്തെ സംഖ്യ 46ആണ്. അതിൽ 4 10കളും 6 1കളാണുള്ളത്. അപ്പോൾ 4 10 ആയതുകൊണ്ട് 4 ചതുരം വരയ്ക്കാം. 6 1 ആയതുകൊണ്ട് 6 വട്ടവും വരയ്ക്കാം. അടുത്ത വർക്ക് ഷീറ്റ് നോക്കൂ. വർക്ക് ഷീറ്റ് 10. ഇവിടെ നമുക്ക് ചില സംഖ്യകൾ തന്നിട്ടുണ്ട്. അതിൽ ചില സംഖ്യകൾ വിട്ടുപോയിട്ടുണ്ട്. ആ വിട്ടുപോയ സംഖ്യകൾ ആ കളങ്ങളിൽ നിങ്ങൾ ഏത് സംഖ്യയാണോ വരുന്നത് അത് പൂരിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യത്തേത് അടുത്ത സംഖ്യ എഴുതുക, അതായത് മുൻപുള്ള സംഖ്യ തന്നിട്ടുണ്ട്, ശേഷമുള്ള സംഖ്യ എഴുതണം. രണ്ടാമത്തേത് നടുവിലാര് സംഖ്യ എഴുതുക. നടുവിലെ അപ്പുറവും ഇപ്പുറമുള്ള മുൻപ് ശേഷമുള്ള സംഖ്യ തന്നിട്ടുണ്ട്, നടുവിലെ സംഖ്യയാണ് വിട്ടുപോയിട്ടുള്ളത്, അത് എഴുതണം. മൂന്നാമത്തേതിൽ തൊട്ട് മുൻപത്തെ സംഖ്യ എഴുതുക എന്നിങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം നോക്കൂ മക്കളെ. ആദ്യം അടുത്ത സംഖ്യ എഴുതുക. അത് 19 കഴിഞ്ഞാൽ 20. ഞാനിവിടെ 2 പാർട്ടായിട്ടാണ് കേട്ടോ എഴുതുന്നത്. മക്കൾക്ക് വീഡിയോ കുറച്ചുകൂടെ എളുപ്പത്തിൽ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യത്തെ നോക്കൂ. 19 കഴിഞ്ഞാൽ 20, 29 കഴിഞ്ഞാൽ 30, 9 കഴിഞ്ഞാൽ 10, 10 കഴിഞ്ഞാൽ 11, 38 കഴിഞ്ഞാൽ 39. പിന്നെ 39നും 41നും നടുവിലുള്ള സംഖ്യ 40ആണ്.
അതായത് 39, 40, 41. പിന്നെ 19, 20, 21, 37, 38, 39, 16, 17, 18, 24, 25, 26. തൊട്ട് മുൻപത്തെ സംഖ്യ ഏതാണ്? അടുത്തതിൽ നോക്കൂ, 30 കഴിഞ്ഞിട്ട് 31. അപ്പോൾ 12-ന് മുന്നേ ഉള്ള സംഖ്യ 11, 22-ന് മുൻപുള്ള സംഖ്യ 21, 48-ന് മുൻപുള്ള സംഖ്യ ഏതാണ് മക്കളെ? 47, 38-ന് മുൻപുള്ള സംഖ്യ ഏതാണ്? 37. ഇനി കഴിഞ്ഞിട്ടില്ല, ഇവിടെ നമുക്ക് അതിൻ്റെ ബാക്കിയായിട്ട് വീണ്ടും ഉണ്ട്. ആദ്യം 38 കഴിഞ്ഞാൽ 39, 30 കഴിഞ്ഞാൽ 31, 33 കഴിഞ്ഞാൽ 34, 40 കഴിഞ്ഞാൽ 41, 15-ന് ശേഷം 16, 26-ന് ശേഷം 27. പിന്നെയോ 24-ൻ്റെയും 26-ൻ്റെയും ഇടയിൽ 25, 48, 49, 50, 29, 30, 31, 10, 11, 12, 18, 19, 20, 22, 23, 24. ഇനി തൊട്ട് മുൻപുള്ള സംഖ്യയാണ് എടുത്ത് നോക്കാനായിട്ടുള്ളത്. 38-ന് മുൻപുള്ളത് 37, 50-ന് മുൻപുള്ളത് 49, 33-ന് മുൻപുള്ളത് 32, 30-ന് മുൻപുള്ളത് 29, 20-ന് മുൻപുള്ളത് 19, 15-ന് മുൻപുള്ളത് 14. ഇങ്ങനെയാണ് കേട്ടോ മക്കളെ ഇത് പൂരിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത വർക്ക്ഷീറ്റ് നോക്കാം. വർക്ക്ഷീറ്റ് 11. ചക്രം കറക്കാം. ആദ്യം ഞാൻ കറക്കാം. നോക്കിക്കേ, ഇവിടെ ചക്രം തന്നിട്ടുണ്ട്, അതുപോലെ ചക്രത്തിന് നടുവിലായിട്ട് ഒരു അമ്പും തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളിത് കറക്കുന്ന സമയത്ത് അമ്പ് ഏത് നമ്പറിലാണോ വന്ന് നിൽക്കുന്നത് ആ സംഖ്യയാണ് നിങ്ങൾക്ക് കിട്ടുന്ന സംഖ്യ. നിങ്ങളിത് ക്ലാസ്സിലെ കൂട്ടുകാരോടൊക്കെ എത്തി നിങ്ങൾക്കും കളിച്ചു നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട പ്രവർത്തനം എന്താണ്? ഓരോരുത്തർക്കും കിട്ടിയ പോയിന്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കേ, ദിയ 23, അർജുൻ 49, ഷിഫ 23, മനാഫ് 45, നിയ 36, ജെൻസൺ 12. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. കൂടുതൽ പോയിന്റ് കിട്ടിയത് ആർക്ക്? ആദ്യം കൂടുതൽ പോയിന്റ് ആർക്കാ കിട്ടിയത് മക്കളെ? ഈ തന്നിട്ടുള്ള 6 സംഖ്യകളിൽ ഏതാണ് വലിയ സംഖ്യ? 49 അർജുനാണ് ആ 49 പോയിന്റ് കിട്ടിയിട്ടുള്ളത്. ഒരേ പോയിന്റ് കിട്ടിയവർ ആരൊക്കെയാണ്? നോക്കിക്കേ, ഒരേ സംഖ്യ വന്നതിൽ ആരൊക്കെയാണ് മക്കളെ? ഷിഫയും ദിയയുമാണ്. അവർക്ക് കിട്ടിയ പോയിന്റ് 23. ദിയ, ഷിഫ രണ്ടാൾക്കും 23 കിട്ടിയത്. കുറവ് പോയിന്റ് കിട്ടിയത് ആരാണ്? ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് ഇതിൽ? 12. 12 കിട്ടിയത് ജെൻസൺ ആണ്. അടുത്ത വർക്ക്ഷീറ്റ് നോക്കൂ. വർക്ക്ഷീറ്റ് 12. എത്ര കളങ്ങൾ? ഇവിടെ പച്ച നിറത്തിലും അതുപോലെ നിറം കൊടുക്കാതെയും കുറച്ച് കളങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ പച്ച നിറം കൊടുത്ത കളങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കൂ മക്കളെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 20 കളങ്ങളുണ്ട്. വെള്ള നിറം കൊടുത്ത കളങ്ങൾ അല്ലെങ്കിൽ നിറം കൊടുക്കാത്ത കളങ്ങൾ എണ്ണി നോക്കുമ്പോൾ നമുക്ക് 30 എണ്ണം ഉണ്ട്. അപ്പോൾ ആകെ 20 കൂട്ടണം 30. 20ലേക്ക് 30 കൂട്ടിയാൽ എത്രയാണ്? 2 കൂട്ടണം 3, 5 0. അപ്പോൾ 50 കേട്ടോ ആകെ കളങ്ങൾ. ഇതിൽ തന്നെ ഉണ്ട്. നമുക്ക് വേറൊരു ചോദ്യം കൂടെ. നിറം കൊടുക്കാം. എണ്ണം അനുസരിച്ച് അതേ നിറം കൊടുക്കൂ. അതായത് 25 കളങ്ങളിൽ മഞ്ഞ നിറവും 15 കളങ്ങളിൽ നീല നിറവും കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മക്കളെ എണ്ണി കൊടുക്കണേ. ആദ്യത്തെ ഒരു വരി മുഴുവൻ 10 കളങ്ങളുണ്ട്. അതിൽ രണ്ടാമത്തെ വരി കൂടെ ആയാൽ 20, പിന്നെ മൂന്നാമത്തെ വരിയിൽ 5 എണ്ണം കൂടെ. അങ്ങനെ 25 കളങ്ങൾക്ക് ഞാൻ മഞ്ഞ നിറം കൊടുത്തിട്ടുണ്ട്. പിന്നെ 15 കളങ്ങൾക്ക് ഞാൻ നീല നിറവും കൊടുത്തിട്ടുണ്ട്. അപ്പം നിറം കൊടുത്ത ആകെ കളങ്ങൾ എത്രയാണ്? 25 മഞ്ഞയും 15 നീലയും. 25 കൂട്ടണം 15 സമം 40 കളങ്ങൾക്ക് നിറം കൊടുത്തു. നിറം കൊടുക്കാൻ ഇനി എത്ര കളങ്ങൾ ബാക്കിയുണ്ട്? അപ്പം നിങ്ങൾക്ക് ഈ നിറം കൊടുക്കാത്ത കളങ്ങൾ വേണമെങ്കിൽ എണ്ണി നോക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് സംഖ്യ എഴുതാം. അതല്ലെങ്കിൽ 50-ൽ നിന്ന് 40 കുറയ്ക്കുക. 50 കുറയ്ക്കണം 40 സമം 10 കളങ്ങൾ കൂടെ നിറം കൊടുക്കാൻ ബാക്കിയുണ്ട്. അടുത്ത വർക്ക് ഷീറ്റ് നോക്കൂ. വർക്ക് ഷീറ്റ് 13. കളിക്കാം. ഇവിടെ മറഞ്ഞിരിക്കുന്ന സംഖ്യകൾ 11, 13, 22, 32 ആണ്. അതായത് നോക്കിക്കേ മക്കളെ, 1, 2, 3, 4 താഴേക്ക്. പിന്നെ 12-ന് തൊട്ട് മുന്നുള്ള സംഖ്യ 11, 12, 13, 14, 21, 22, 23, 24.
31, 32, 33, 34, 41, 42, 43, 44. അതായത് മറഞ്ഞിരിക്കുന്ന സംഖ്യകൾ, അതായത് എഴുതാത്ത സംഖ്യകൾ 11, 13, 22, 32 എന്നീ സംഖ്യകളാണ് അല്ലേ. ഇനി നമ്മോട് പറഞ്ഞിട്ടുള്ള എന്താണ്? ഇതുപോലെ ഒരു ചതുരം വരച്ച് നടുവിലെ ചതുരം വെട്ടിക്കളയുക. ഇത് സംഖ്യകളുടെ കളത്തിൽ വെച്ചാൽ ഒരു സംഖ്യ മാത്രം കാണാം. ചുറ്റും മറഞ്ഞിരിക്കുന്ന മറ്റു സംഖ്യകൾ കണക്കാക്കാമോ? അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സംഖ്യയിലൂടെ നിറം കൊടുക്കാം, അല്ലെങ്കിൽ വെട്ടിയെടുക്കാം. എന്നിട്ട് അതിന് ചുറ്റുമുള്ള സംഖ്യകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം ഞാനിവിടെ 27 വെട്ടിയെടുത്തിട്ടുള്ളത്. 27ന്റെ മുകളിലുള്ള സംഖ്യ 26, 26ന്റെ മുൻപുള്ളത് 16, 26ന് ശേഷമുള്ളത് 36, പിന്നെ 27ന്റെ അപ്പുറമുള്ളത് മുൻപുള്ളത് 17, 27ന് ശേഷമുള്ളത് 37, 27ന് താഴെയുള്ള സംഖ്യ 28, 28ന് മുൻപുള്ള സംഖ്യ 18, 28ന് ശേഷമുള്ള സംഖ്യ 38. ഇത്രയും സംഖ്യകളാണ് വരുന്നത്. അപ്പം നിങ്ങൾ ഏത് സംഖ്യയാണോ വെട്ടിയെടുക്കുന്നത് അതിനനുസരിച്ച് ഇതിൻ്റെ ഉത്തരം മാറും കേട്ടോ. അടുത്ത വർക്ക് ഷീറ്റ് നോക്കാം. അടുത്തടുത്ത സംഖ്യകൾ വരച്ചു ചേർക്കൂ. അതായത് ഒരു സംഖ്യ കഴിഞ്ഞാൽ വരുന്ന അടുത്ത സംഖ്യ ഏതാണോ അതിലേക്ക് വരയ്ക്കുക. ഇവിടെ കണ്ടോ, ഒന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 49 കഴിഞ്ഞാൽ വരുന്ന സംഖ്യ 50, അതിലേക്ക് വരച്ചു. പിന്നെ അതുപോലെ 39 കഴിഞ്ഞാൽ വരുന്ന സംഖ്യ 39 കഴിഞ്ഞാൽ വരുന്ന സംഖ്യ 40. പിന്നെ 22. അപ്പം 22ന് തൊട്ട് മുൻപുള്ള സംഖ്യ അതിന് താഴെ തന്നെ ഉണ്ട് 21. അതായത് 21ഉം 22ഉം ഒരുമിച്ചല്ലേ വരുന്നത്. അതുപോലെ 30 കഴിഞ്ഞാൽ 31, 31ൽ നിന്ന് 30ലേക്ക് വരച്ചു കൊടുക്കാം. പിന്നെ 15 കഴിഞ്ഞാൽ 16, 16ലേക്ക് വരച്ചു കൊടുക്കാം. അവസാനമായി 10 കഴിഞ്ഞാൽ 11, അല്ലെങ്കിൽ 11ന് തൊട്ട് മുൻപേ 10. അപ്പം എങ്ങനെയാണ് സംഖ്യകൾ അടുത്തടുത്ത് ആയിട്ട് വരുന്ന സംഖ്യകൾ നമുക്ക് ഇതിൽ നിന്ന് വരച്ചു ചേർത്ത് കൊടുക്കാൻ സാധിക്കുന്നത്. വരച്ചു ചേർത്ത സംഖ്യകളെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതൂ. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ ഇതിൽ 50. 50ൻ്റെ തൊട്ട് പുറകെയുള്ളത് 49, അതിലും ചെറിയ സംഖ്യ 40, പിന്നെ 39, ശേഷം 31, 30, 22, 21, 16, 15, 11, 10. ഇങ്ങനെയാണ് കേട്ടോ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാനാവുന്നത്. വർക്ക് ഷീറ്റ് 15 നോക്കാം. നിങ്ങളും എഴുതൂ. ചുവടെയുള്ള കളത്തിൽ എഴുതിയിരിക്കുന്നത് നോക്കൂ. 35നെ പല രീതിയിൽ എഴുതിയിരിക്കുകയാണ്. 35 എന്ന അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ 10 കൂട്ടണം 10 കൂട്ടണം 10 കൂട്ടണം 5, 34നും 36നും ഇടയിൽ 30 കൂട്ടണം 5. ഇങ്ങനെ 4 രീതിയിൽ 35നെ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മോട് ചോദിച്ചിട്ടുള്ള എന്താണ്? 26നെ പല രീതിയിൽ എഴുതൂ. 6 രീതിയിൽ എഴുതി കൊടുക്കണം. നിങ്ങൾക്ക് പല രീതിയിൽ എഴുതാവുന്നതാണ്. ഞാൻ എഴുതുന്നത് നോക്കൂ. 2, 10, 6, 1, 10 കൂട്ടണം 10 കൂട്ടണം 6, 20ലേക്ക് 6 കൂട്ടിയത്, 30നേക്കാൾ 4 കുറവ്, 20 കൂട്ടണം 6, പിന്നെ 26 അക്ഷരത്തിൽ. ഇതിൻ്റെ എല്ലാം ഉത്തരം എന്താണ്? 26 എന്ന് തന്നെയാണ്. 26നെ മാത്രം എഴുതിയാൽ പോരാ, മറ്റൊരു സംഖ്യ കൂടെ ഉണ്ട്. 30നെ പല രീതിയിൽ എഴുതൂ. ആദ്യം നമുക്ക് 30നെ അക്ഷരത്തിൽ എഴുതാം. 30 എന്ന് എഴുതാം. 3, 10 എന്ന് എഴുതി കൊടുക്കാം. 10 കൂട്ടണം 10 കൂട്ടണം 10 എന്ന് എഴുതാം. 20ഉം 10ഉം ചേർന്നത്, 31നും 29നും ഇടയിൽ, 35നേക്കാൾ 5 കുറവ്. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് 30നെ മാറ്റി എഴുതാവുന്നതാണ്. അടുത്ത വർക്ക് ഷീറ്റ് നോക്കൂ. വർക്ക് ഷീറ്റ് 16. സംഖ്യ എഴുതുക. 10നേക്കാൾ 7 കൂടിയത്, അതായത് 10 കൂട്ടണം 7, 17. 20നേക്കാൾ 5 കുറഞ്ഞത്, 20 കുറയ്ക്കണം 5, 15. 30നേക്കാൾ 10 കൂടിയത്, 30 കൂട്ടണം 10, 40. 49നേക്കാൾ 1 കുറഞ്ഞത്, 1 കൂടിയത്, 49 കൂട്ടണം 1, 50. 20നേക്കാൾ 10 കുറഞ്ഞത്, 20 കുറയ്ക്കണം 10, 10. 44നേക്കാൾ 14 കുറഞ്ഞത്, 44 കുറയ്ക്കണം 14, 30. ഇതിൽ തന്നെ മറ്റൊരു ചോദ്യം കൂടെയുണ്ട്. പല രീതിയിൽ എഴുതുക. 50നെ പല രീതിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. 5 10കൾ, 40 കൂട്ടണം 10. അതുപോലെ 10 കൂട്ടണം 10 കൂട്ടണം 10 കൂട്ടണം 10 കൂട്ടണം 10 എന്ന് എഴുതാം. 50 എന്ന അക്ഷരത്തിൽ എഴുതാം. 49 കൂട്ടണം 1 എന്ന് എഴുതാം. 50 ഒന്നുകൾ എന്ന് എഴുതാം. 20ഉം 30ഉം ചേർന്നത് എന്ന് എഴുതാം. അതുപോലെ 25ൻ്റെ ഇരട്ടി എന്ന് എഴുതാം. ഇരട്ടി എന്ന് വെച്ചാൽ എന്താ മക്കളെ? ഒരു സംഖ്യയിലേക്ക് ആ സംഖ്യ തന്നെ കൂട്ടുന്നത് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ.
അപ്പോൾ 25ൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 25ലേക്ക് 25 തന്നെ കൂട്ടുക. 25 കൂട്ടണം 25 50 അതെഴുതാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ വർക്ക് ബുക്കിൽ ഈ പാഠത്തിൽ ചെയ്യാനായിട്ടുള്ളത്. ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. 2ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്